സ്നേഹത്തിൻ്റെ നിശബ്ദതയിൽ എന്നെ നീ വിളിച്ചു, തിരഞ്ഞെടുത്ത വഴിയിൽ കൈപിടിച്ചു നടത്തി. നിന്നോടൊപ്പം ഞാൻ ജീവിക്കും ഞാൻ പറഞ്ഞെങ്കിലും കാലത്തിൻ്റെ തിരയിൽ ഹൃദയം മാറിപ്പോയി. നിന്റെ തിരുമുഖം നോക്കി നടക്കേണ്ട ഞാൻ മറ്റു പ്രകാശങ്ങളിൽ കണ്ണുകൾ നഷ്ടപ്പെടുത്തി. നിന്റെ സ്നേഹവാതിൽ തുറന്നു നിന്നപ്പോഴും വേറൊരു ലോകത്തിൻ്റെ സ്വപ്നങ്ങളിൽ അകന്നു പോയി. വ്രതത്തിൻ്റെ വെള്ള വസ്ത്രം ധരിച്ച ആത്മാവിൽ അവിശ്വസ്തതയുടെ നിഴൽ വീണു പോയി. ഒരേയൊരു സ്നേഹത്തിനർഹനായി ഈശോയെ വിട്ട് പല മുഖങ്ങൾക്കായി ഹൃദയം പങ്കിട്ടു പോയി. എങ്കിലും നാഥാ, എന്റെ തകർന്ന സ്നേഹത്തെയും നീ തള്ളിയില്ല. വീണുപോയ വഴികളിൽ പോലും നിന്റെ കരുണ പിന്നെയും എന്നെ തേടി വന്നു. ഇനി വീണ്ടും നിന്റെ കണ്ണുകളിൽ മാത്രം ജീവിക്കട്ടെ. നിന്റെ സ്നേഹമാകട്ടെ എൻ്റെ വ്രതം. ഈശോയെ മാത്രം ചേർത്ത് പിടിക്കുന്ന പുതിയൊരു ഹൃദയം എനിക്കു തരണമേ. നാഥാ, നിൻ കരുണ തൻ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. നിൻ സ്നേഹം എന്നിൽ ഒഴുക്കണേ. കരുണ തോന്നി കരം പിടിച്ച് കരുതലേകി നയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ദിവ്യസക്രാരിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് ഈ സമയം ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അതിനായി അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശരണമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആശ്രയമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവനും രക്ഷവുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന നിനക്കെന്നും ആരാധന. ആകാശവും ഭൂമിയും സ്തുതിക്കും നിൻ മഹിമ. സ്നേഹത്താൽ എന്നെ നീ ചേർത്തണച്ചനാഥനേ, എൻ ഹൃദയം നിറഞ്ഞു പാടുന്നു സ്തുതിഗാനം. പ്രഭാതത്തിലെ വെളിച്ചമായി നീ വന്നിടുന്നു, ഇരുളിൻ്റെ വഴികൾ ദീപമായി ജ്വലിക്കുന്നു. തളർന്നിടും വേളകളിൽ ശക്തിയായി മാറുന്നു, നിൻ കൃപയിൽ ഞാൻ ഇന്ന് ആശ്വാസം കണ്ടെത്തുന്നു. ആരാധന ആരാധന യേശുവേ, നിനക്കാരാധന. സ്തുതിയും മഹത്വവും നിനക്കെന്നും അർപ്പിക്കുന്നു. എൻ ജീവനും ശ്വാസവും നിൻ ദാനമെന്നറിഞ്ഞിൻ, സന്തോഷത്തോടെ ഞാൻ നിൻ സന്നിധിയിൽ വരുന്നു. കുരിശിലെ സ്നേഹമെന്നെ വീണ്ടെടുത്തുവല്ലോ, കരുണയുടെ കരങ്ങൾ എന്നെ താങ്ങിടുന്നുവല്ലോ. പാപത്തിൻ ചങ്ങലകൾ പൊട്ടിച്ചവനെ യേശുവേ, നിത്യജീവൻ നൽകിയ നാഥനെ വാഴ്ത്തുന്നു. വിശുദ്ധൻ വിശുദ്ധൻ സർവശക്തനാ ദൈവമേ, മഹത്വവും ബഹുമാനവും നിനക്കെന്നുമുള്ളതേ. ദൂതന്മാർ പാടിടുന്ന സ്വർഗീയ ഗാനത്തിൽ എൻ സ്വരവും ചേർത്തു ഞാൻ സ്തുതിച്ചിടുന്നു. ആരാധന ആരാധന യേശുവേ, നിനക്കാരാധന. ആരാധനാധിരാജനേ, എൻ ഹൃദയ സിംഹാസനത്തിൽ വാണിടേണമേ. എൻ ജീവിതം മുഴുവൻ നിനക്കായി സമർപ്പണം.
എന്നേക്കും ആരാധന. ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, ആ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ലോകമാസകലമുള്ള ദിവ്യ സക്രാരികളെ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ ഹൃദയം നിൻ സന്നിധിയിൽ നിശബ്ദമായി ഞാൻ നിൽക്കുന്നു. സ്നേഹത്തിൻ ദീപം നീ തെളിയുമ്പോൾ നിൻ മഹത്വം ഞാൻ കാണുന്നു. ഓ യേശുവേ, എൻ രാജാവേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ആരാധന ആരാധന എൻ പ്രാണനാൽ ഞാൻ പാടുന്നു. നിൻ സന്നിധിയിൽ ഞാൻ വീഴുന്നു. പരിശുദ്ധനേ, മഹോന്നതനേ, എന്നേക്കും ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൻ്റെ രൂപത്തിൽ വാഴുന്നവനെ, സ്നേഹത്തിൻ്റെ ജീവനുരവേ, എൻ കണ്ണുകൾ നിന്നിലേക്കുയർത്തി നന്ദിയോടെ ഞാൻ വണങ്ങുന്നു. സ്വർഗവും ഭൂമിയും നിന്നെ സ്തുതിക്കും, ദൂതഗണങ്ങൾ നിന്നെ ആരാധിക്കും. എൻ ജീവിതവും നിൻ യാഗപീഠത്തിൽ സമർപ്പണമായി ഞാൻ അർപ്പിക്കുന്നു. എൻ ജീവനും നിനക്കായി കർത്താവേ. എൻ ശ്വാസവും നിനക്കായി യേശുവേ. ഈശോയെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ നാടിനെയും പരിപാലിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു.
സമർപ്പിച്ചിടുന്നു നിന്റെ തിരുപാദങ്ങളിൽ യേശുവേ. ജനതകളും ഭാഷകളും രാജ്യങ്ങളും കൂടി നിന്നെ ആരാധിപ്പാൻ വന്നു നാഥ. സമുദ്രവും മലകളും നദികളും കാടുകളും നിന്റെ മഹത്വം പാടുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രഗണങ്ങളും നിന്റെ സന്നിധിയിൽ നമിക്കുന്നു. വിശപ്പോടെ കരയുന്ന മക്കളെയും വേദനയിൽ കഴിയുന്ന ഹൃദയങ്ങളെയും നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. സ്നേഹനാഥ ഉയർത്തിടേണമേ. ഞങ്ങൾ മുറിവേൽപ്പിച്ച ദേശങ്ങളെയും സമാധാനം തേടുന്ന ജനങ്ങളെയും നിന്റെ സമാധാനദാനത്തിനായി ഇന്നു ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയും ശുശ്രൂഷകരെയും യുവജനങ്ങളെയും കുടുംബങ്ങളെയും നിന്റെ ആത്മാവാൽ നിറച്ചിടുവാൻ സമർപ്പിക്കുന്നു ദൈവമേ. ലോകത്തിന്റെ രാജാവേ, മഹത്വവും ബഹുമാനവും സ്തുതിയും എന്നുമെല്ലാം നിനക്കേ. ലോകം മുഴുവനെയും സമർപ്പിച്ചിടുന്നു നിന്റെ ഹൃദയത്തിനുള്ളിൽ യേശുവേ. സകല സൃഷ്ടിയൊന്നായി ചേർന്നു നിന്നെ ആരാധിക്കട്ടെ എന്നുമേ. ലോകരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച ദേവപുത്ര, എളിയവരിൽ എളിയവനായി ദരിദ്രരിൽ ദരിദ്രനായി ബദ്ലേഹമിലെ കാലിത്തൊഴുത്തി വന്നു പിറന്ന രാജാതിരാജനായ ഈശോയെ, പരിസര ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച് പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയം വരിച്ച് പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കാനായി രക്ഷാകര ദൗത്യം ആരംഭിച്ച ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നതിന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ഈശോയെ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, ദരിദ്രരോടും പാപികളോടും സുവിശേഷം പ്രസംഗിക്കുകയും അവർക്ക് വിശന്നപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഈ കാരുണ്യവാനായ ഈശോയെ, രോഗികളെ സുഖപ്പെടുത്തുകയും പാപികൾക്ക് പാപമോചനം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്ത ഈശോയെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവസൃഷ്ടികളോടും ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നാഥ. ആകാശവും ഭൂമിയും പാടിടുന്നു മഹത്വം
മഹത്വം നിനക്കെന്നുമേ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നിന്റെ തേജസ്സിൻ സാക്ഷികളാം. മലകളും താഴ്വരകളും നദികളും നിന്റെ മഹിമ പാടിടുന്നു. സർവ സൃഷ്ടികളോടും ചേർന്നും ഞങ്ങൾ കാറ്റും മഴയും കടലിൻ തിരകളും നിന്റെ ശക്തിയെ തോഷിക്കും. പക്ഷികളും മൃഗങ്ങളും വനപുഷ്പങ്ങളും നിന്റെ സ്നേഹം വിളിച്ചോതുന്നു. മനുഷ്യഹൃദയങ്ങളൊന്നായി ചേർന്നു നിന്നെ സ്തുതിച്ചുയർത്തിയിടുമ്പോൾ ദൂതഗണങ്ങളോടൊന്നിച്ചു ഞങ്ങളും വിശുദ്ധൻ വിശുദ്ധൻ പാടിടുന്നു. സൃഷ്ടിയുടെ കർത്താവാം ദൈവമേ, എന്നും മഹത്വം നിനക്കേ. തിരുസഭയും ലോകജനങ്ങളും ഒന്നായി നിൻ സന്നിധിയിൽ നിൽക്കുമ്പോൾ സകല സൃഷ്ടിയും മുട്ടുകുത്തി നിന്റെ നാമം ഉയർത്തിടുന്നു. സൃഷ്ടികളോടും ശ്വാസവും ഉള്ളിടത്തോളം സ്തുതികൾ നിനക്കർപ്പിക്കുമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകുകയും ചെയ്ത ഈശോയെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുകയും സ്വജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്ത ഈശോയെ, താബോർ മലയെ വെച്ച് രൂപാന്തരപ്പെടുകയും തൻ്റെ സ്വർഗീയ മഹത്വം വെളിപ്പെടുത്തുകയും ചെയ്ത ഈശോയെ, പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ച് ഉദ്ധാനം ചെയ്ത് എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നാഥ, നിന്റെ ഹൃദയം പോലെ സ്നേഹിക്കാൻ, നിന്റെ വഴികളിൽ നടക്കുവാനായി എന്നെ നയിക്കണമേ യേശുവേ. വാക്കുകൾ മാഞ്ഞു പോകും വേളകളിലും ഹൃദയം നിന്നെ തേടിടുമ്പോൾ നിശബ്ദതയിൽ നിൻ സ്വരം കേൾക്കാൻ എന്നെ പഠിപ്പിക്കണമേ.
സന്തോഷനാളുകളിലും ദുഃഖവേളകളിലും നിന്നെ മറക്കാതിരിക്കുവാൻ എല്ലാം നിനക്കായി സമർപ്പിക്കുവാൻ എന്നെ ഒരുക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നാഥാ, നിന്റെ ഹൃദയം പോലെ സ്നേഹിക്കാൻ, നിന്റെ വഴികളിൽ നടക്കുവാനായി എന്നെ നയിക്കണമേ യേശുവേ. മറ്റുള്ളവരുടെ വേദനകളെ കാണാൻ കരുണ നിറഞ്ഞ കണ്ണുകൾ തരണമേ. അവർക്കായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ സ്നേഹഹൃദയം നൽകണമേ. നിന്റെ ഇഷ്ടം തിരിച്ചറിയുവാനും അതിൽ വിശ്വസ്തനായിരിക്കുവാനും ആത്മാവിനാൽ എന്നെ നിറച്ചിടുവാൻ നിന്റെ കൃപ ചൊരിയണമേ. അപ്പാ പിതാവേ, കേൾക്കണമേ എൻ ജീവിതം നിനക്കർപ്പിക്കുന്നു. ഓരോ ശ്വാസവും പ്രാർത്ഥനയാക്കി നിന്നോടൊപ്പം നടക്കുവാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നാഥാ, ഓരോ നിമിഷവും നിന്നെ തേടുവാൻ ജീവിതാന്ത്യം വരെയും വിശ്വസ്തനായി നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ ജനങ്ങൾ ഈശോയുടെ വചനങ്ങളാലും അത്ഭുത സിദ്ധികളാലും സൗഖ്യം പ്രാപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ തരം രോഗങ്ങളെ കഷ്ടപ്പെടുന്നവർ, മരണാസന്നർ ഒക്കെ കാണും നമ്മുടെ ഇടയിൽ. നമുക്ക് അവരെ എല്ലാം സമർപ്പിക്കാം. ഈശോയെ സൗഖ്യദായകമായ കരസ്പർശനം നൽകി എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ 30:17 ജെറമിയ 30:17 അഭിഷേകം ഓരോ രോഗികൾക്കും നൽകപ്പെടുന്നതിനായി പ്രാർത്ഥിക്കാം. ജെറമിയ 30:17 അഭിഷേക ശക്തി എല്ലാ രോഗികളിലും നിറയപ്പെടട്ടെ എന്ന് നമുക്ക് വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ജെറമിയ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ. കാരുണ്യവാനായ ഈശോയെ, രോഗത്താൽ വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകണമേ. ചികിത്സയിൽ കഴിയുന്നവർക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും
അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും പരിചരിക്കുന്നവർക്കും ജ്ഞാനവും കരുതലും നൽകുകയും ചെയ്യണമേ. അങ്ങയുടെ രോഗശാന്തിയുടെ കരങ്ങൾ അവരെ സ്പർശിച്ച് മനസ്സമാധാനവും ആശ്വാസവും പകരട്ടെ. ഈശോയെ, എല്ലാ രോഗികളെയും അങ്ങ് ഏറ്റെടുക്കണമേ. കാരുണ്യപൂർവ്വം പരിപാലിക്കണമേ. സൗഖ്യദായകനായി കൂടെ ഉണ്ടാകണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത എല്ലാ ദമ്പതികളെയും എല്ലാ യുവജനങ്ങളെയും ഈശോയെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ യുവജനങ്ങൾ തങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിനാൽ വിഷമിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഈശോയെ, പലപ്പോഴും അതിന് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഒത്തിരി പേര് വിദേശങ്ങളിലുമൊക്കെ ആയതുകൊണ്ട് നാട്ടിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ഒരു ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നവരും ഞങ്ങളോട് പ്രാർത്ഥന സഹായം ഒത്തിരി പേര് ആശ്രയിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഞങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സ്നേഹനിധിയായ ദൈവമേ, വിവാഹത്തിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിനായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന നല്ല പദ്ധതികൾ നിറവേറുവാൻ കൃപ നൽകണമേ. നിരാശയും ആശങ്കയും ഒക്കെ അകറ്റി പ്രത്യാശയും സമാധാനവും നൽകണമേ. പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ദൈവഭയത്തിലും ജീവിക്കാൻ അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിലേക്കുള്ള അവരുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ ലിഖിത പ്രകാരം സഫലമാകട്ടെ. കാത്തിരിപ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, എല്ലാ യുവജനങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങ് തന്നെ നേർവഴിയിലൂടെ നടത്തണമേ. ഒരു കുഞ്ഞു പോലും കത്തോലിക്കാ സഭയിൽ നിന്നും വ്യതിചലിച്ച് മറുതിരിച്ച് മാറിപ്പോകാതെ എപ്പോഴും എല്ലാവരുടെയും ചേർന്ന് നിന്ന് ഓരോ കുഞ്ഞുങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് അങ്ങ് ഇടപെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവർ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുന്നവരാണ്. ചിലരൊക്കെ ആണെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, തിരസ്കരിക്കപ്പെട്ടവരുണ്ട്. ഈശോയെ, അവരെയെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കൃപാകരമായ കടാക്ഷം ഈ മക്കളുടെ എല്ലാം ഉണ്ടാകണമേ. ഈശോയെ, അങ്ങാണ് ഏക ആശ്രയവും ബലവും സഹായവുമെല്ലാം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. യേശയ്യാ 46:4 നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങടെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും. ചുമടിലേറ്റ് രക്ഷിക്കുകയും ചെയ്യും. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലെയും ഞങ്ങളുടെ എല്ലാ സമൂഹത്തിലെയും എല്ലാ വൃദ്ധജനങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ വാർദ്ധക്യകാലത്ത് ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമേ. ഏകാന്തതയും നിരാശയും അകറ്റി അങ്ങയുടെ സ്നേഹവും ജ്ഞാനവും വരുതലമുറകൾക്ക് അനുഗ്രഹമാകട്ടെ. അവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിചരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സും കരുണയും നൽകണമേ. ഈശോയെ, എല്ലാ യുവജനങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഒത്തിരിയേറെ യുവജനങ്ങൾ തെറ്റായ വഴികളിലൂടെ നടന്ന് അങ്ങിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഈശോയെ, അവരെയെല്ലാം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി അവരെ അങ്ങ് വളർത്തിക്കൊണ്ട് വരണമേ. ഈശോയെ, വിവിധ തരം ദുശീലങ്ങൾക്ക് അടിമകളായവർ, പ്രത്യേകിച്ച് മദ്യപാനം പോലെയുള്ള
ദുശ്ശീലങ്ങൾക്ക് അടിമകളായവരെ ഈശോയെ സമർപ്പിക്കുകയാണ്. ഗലാത്യരുടെ സുവിശേഷം, ഗലാത്യക്കാർക്ക് പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങ് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്ന് അങ്ങ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ നമ്മെ മോചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അടിമത്തിൻ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. കാരുണ്യവാനായ ഈശോയെ, ദുശ്ശീലങ്ങളുടെ ദുർവ്യസനങ്ങളുടെ ബന്ധനങ്ങളെ കഴിയുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുസന്നിധിയെ സമർപ്പിക്കുന്നു. അവരെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് നയിക്കണമേ. പ്രലോഭനം അതിജീവിക്കാൻ ആത്മബലവും മനക്കരുത്തും നൽകണമേ. അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും പ്രത്യാശയും നൽകുകയും നല്ല വഴിയിൽ മുന്നേറുവാൻ സഹായിക്കുന്ന നല്ല സുഹൃത്തുക്കളെയും മാർഗദർശകരെയും നൽകുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയാൽ അവർ ആത്മീയവും മാനസികവും ശാരീരികവുമായി നവീകരിക്കപ്പെടട്ടെ. ഈശോയെ, ദിവ്യകാരുണ്യ സന്നിധിയായിരിക്കുമ്പോൾ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ കൃപാകടാശം ഒത്തിരിയേറെ ആവശ്യമുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അങ്ങനെ ആശ്രയിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രതീക്ഷ നൽകുന്നത്. ഈശോയെ, ഞങ്ങൾ ഈ ആലയത്തേക്ക് കടന്നു വരുമ്പോൾ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നത് അങ്ങയാൽ ആകർഷിതരായി എന്നുള്ളത് ഉത്തമ ബോധ്യമാണ്. ഈശോയെ, എനിക്കും അങ്ങയ്ക്കും മാത്രം അറിയാവുന്ന ഈ പരമരഹസ്യം അല്ല, ലോകം മുഴുവനും അറിയാവുന്ന ഈ പരമരഹസ്യം എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാൻ അങ്ങ് തന്നെ ഇടപെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ കൃപാവകടാശം ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ കടന്നു വന്നിരിക്കാം. അപ്പോഴെല്ലാം തളരാതെ, തകരാതെ, പതറാതെ ഈശോയെ, അങ്ങ് തന്നെ എന്നെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സർവ്വവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, നന്ദി പറയുന്നു. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം പോലെ, തോമാസ് ശ്ലീഹ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസം പോലെ, തോമാസ് ശ്ലീഹായുടെ കാര്യത്തിലുള്ള വിശ്വാസം പോലെ ഈശോയെ, അങ്ങ് ഞങ്ങളെയും ഏറ്റെടുത്ത് വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ അവസാന മണിക്കൂറുകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പൂർണ്ണമായി ഞങ്ങൾക്ക് നൽകണമേ. ജീവിതാന്ത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങളൊക്കെ എങ്ങനെ കാണുമോ, അല്ലെങ്കിൽ അത് അപ്പോൾ ഞങ്ങൾ എങ്ങനെ തിരുത്തുവാൻ ആഗ്രഹിക്കുമോ, അപ്രകാരം ഞങ്ങളുടെ പാപഭാരങ്ങളെല്ലാം പുറത്ത് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത ദുഃഖത്തിൻ്റെ അഗാധ നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആരാരുമില്ലാത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുസന്നിധി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ഈശോയെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമുക്ക് ഈ നിമിഷങ്ങളിൽ നല്ല തമ്പുരാൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ മുട്ടുകുത്തി തിരുസന്നിധിയായിരിക്കാം.
ആരാധിക്കാം, ഹൃദയം തുറന്ന് സ്തുതിക്കാം. യേശുനാഥൻ നന്മയ്ക്കായി കൈകൾ ഉയർത്തി പാടിടാം. ജീവിത പാതയിൽ കൂടെയുണ്ടായ സ്നേഹിതനാം യേശുവിനെ, കണ്ണീരാഴങ്ങളിൽ താങ്ങായവനെ നന്ദിയോടെ വാഴ്ത്തിടാം. കുരിശിൻ സ്നേഹം ചൊരിഞ്ഞവനെ, ലോകത്തിനായി ജീവൻ നൽകിയവനെ, പാപബന്ധങ്ങൾ പൊട്ടിച്ചവനെ ആരാധനയാൽ മഹത്വപ്പെടുത്താം. സ്നേഹത്തോടെ ആരാധിക്കാം, ഹൃദയം തുറന്ന് സ്തുതിക്കാം. യേശുനാഥൻ നന്മയ്ക്കായി കൈകൾ ഉയർത്തി പാടിടാം. വിശുദ്ധാത്മാവിൻ ശക്തിയോടെ വിശ്വാസത്തിൽ മുന്നേറിടാം. പ്രതീക്ഷയുടെ ദീപം തെളിയിച്ച് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ മഹത്വവും ഹല്ലേലൂയ. സ്തുതികൾ നിനക്കേ നാഥാ.